അപ്രോച്ചസ് ടു ക്രെഡിറ്റ് റേറ്റിംഗ്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഇംപ്ലിസിറ്റ് ജഡ്ജ്മെന്റൽ അപ്രോച്ച് കണ്ടു. രണ്ടാമത്തെയാണ് എക്സ്പ്ലിസിറ്റ് ജഡ്ജ്മെന്റൽ അപ്രോച്ച്. ഇംപ്ലിസിറ്റ് ജഡ്ജ്മെന്റൽ അപ്രോച്ചിൽ എന്തൊക്കെ മാറ്റേഴ്സ് നോക്കുന്ന എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞോളന്നില്ല. നമ്മൾ സാധാരണ എടുക്കാറ് പ്രൊമോട്ടേഴ്സ്, പ്രൊജക്റ്റ് എങ്ങനെയാണ്, കമ്പനിയുടെ പ്രോസ്പെക്ട്സ്, കസ്റ്റമേഴ്സ് ആരാണ്, ഫ്യൂച്ചർ മാർക്കറ്റ് സൈസ്, ഗവൺമെന്റ് പോളിസി, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇംപ്ലിസിറ്റ് ജഡ്ജ്മെന്റ് മെത്തേഡിൽ കമ്പനി റേറ്റ് ചെയ്യുക. എക്സ്പ്ലിസിറ്റ് ജഡ്ജ്മെന്റ് മെത്തേഡിൽ ഒരു സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ആർ കൺസിഡർ റിലവൻറ്റ് ഫോർ റേറ്റിംഗ് പർപ്പസ് ഏതാണെന്ന് ആദ്യം സെറ്റ് ചെയ്ത് വെക്കും. റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ ഫാക്ടേഴ്സിന് ഒരു വെയിറ്റ് കൊടുക്കും. 3 4 കൊണ്ട് വെയിറ്റ് കൊടുക്കും. ഫോർ ഈച്ച് ഓഫ് ദീസ് ഫാക്ടേഴ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് ഓഫ് ദി എൻറ്റിറ്റി ടു ബി റേറ്റഡ് ഇസ് മെയ്ഡ്. എന്ത് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് ആണ് നടത്തുന്നത് എന്നുള്ളത് ഈ ഓരോ ഫാക്ടേഴ്സിനും റേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു റേറ്റിലേക്ക് എത്തും. ആ റേറ്റ് ആണ് കമ്പനിക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം മനസ്സിലാക്കുന്നത് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാ നോക്കും, അതിനൊരു വെയിറ്റ് കൊടുക്കും. എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു റേറ്റ് കണ്ടുപിടിക്കും. നെക്സ്റ്റ് മെത്തേഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചാണ്. ഇംപ്ലിസിറ്റ് മെത്തേഡിനേക്കാളും എക്സ്പ്ലിസിറ്റ് മെത്തേഡിനേക്കാളും ഏറ്റവും നല്ല മെത്തേഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചാണ്. മുമ്പത്തെ 2 മെത്തേഡിലും ഒരു എന്തുണ്ടായിരുന്നു, ഒരു സബ്ജക്റ്റീവ് അസസ്മെന്റ് ഉണ്ടാവും റേറ്ററിന്റെ. അത് റേറ്ററിന്റെ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പ്രജഡിസോ, അയാൾക്ക് ഇഷ്ടമുള്ള ഫാക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുക, അങ്ങനെ ഒരു സബ്ജക്റ്റീവ് അസസ്മെന്റ് എന്തിലുണ്ടാവാം, ഈ റേറ്റിംഗിലുണ്ടാവാം. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അങ്ങനെയല്ല. It uses a statistical method in selection of factors, the weight to be assigned to them, and interpretation of scores. Though the judgment of the rater plays an important role in the initial selection of factor and model specification, credit rating model that finally emerges is based on objective process and statistical concept. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ സെലക്ഷൻ ഓഫ് ഫാക്ടേഴ്സും അതിന് എത്ര വെയിറ്റ് കൊടുക്കണമെന്നും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും എല്ലാം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഇവിടെ ജഡ്ജ്മെന്റ് ഓഫ് റേറ്റർ ഉണ്ടായിരിക്കും തുടക്കത്തിൽ. ഈ ഫാക്ടേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തിൽ റേറ്ററിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടാവും. പക്ഷെ അവിടുന്ന് അങ്ങടെല്ലാം ഒരു ഒബ്ജക്റ്റീവ് പ്രോസസ്സിൽ കൂടി സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് റേറ്റിംഗിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന മെത്തേഡ്, യാതൊരാളുടെ പേഴ്സണൽ പ്രജഡിസോ ഒരാളുടെ ഇൻഫ്ലുവൻസോ ഒന്നുമില്ലാത്ത വളരെ ക്ലിയർ ആയിട്ട് മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റേറ്റിംഗ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്. ക്രെഡിറ്റ് സ്കോറാണ്. ക്രെഡിറ്റ് റേറ്റിംഗും ക്രെഡിറ്റ് സ്കോറും തമ്മിൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ക്രെഡിറ്റ് സ്കോർ ഇസ് ഡിഫറെൻറ്റ്. ക്രെഡിറ്റ് സ്കോർ പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് മാത്തമാറ്റിക്കൽ അൽഗോരിതം ദാറ്റ് അസൈൻ ന്യൂമറിക്കൽ വാല്യൂസ് ടു ഇൻഫർമേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽസ് ക്രെഡിറ്റ് റിപ്പോർട്ട്. ഒരാളുടെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം നോക്കി കുറേ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് അവസാനം അയാൾക്ക് കിട്ടുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. ആ ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുക. നല്ല ക്രെഡിറ്റ് സ്കോറുള്ള ആളാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് എന്ത് ലോൺ കൊടുത്താലും അയാൾക്ക് റീപേ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്, അയാൾക്ക് റീപേ ചെയ്യുകയും ചെയ്യും. ലെസ് ക്രെഡിറ്റ് സ്കോറുള്ള ആളാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈസ് നോട്ട് റിലയബിൾ, അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അയാൾക്ക് കൊടുത്ത പൈസ റീപേ ചെയ്യാൻ സാധ്യത കുറവാണ്. Functions of credit rating agency. First function, it provides unbiased opinion. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുക ഇൻഡിപെൻഡന്റ് റേറ്റിംഗ് ഏജൻസിയാണ്. നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂഡീസ്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഫിച്ച് റേറ്റിംഗ്, ഇതൊക്കെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ഇന്ത്യയിലെ ഐക്ര, ക്രിസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി പറഞ്ഞ ഒരു ഇൻഡിപെൻഡന്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അവർ എപ്പോഴും അൺബയാസ്ഡ് ഒപ്പീനിയൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ദേ ഹാവ് നോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ എൻ ഇഷ്യൂ അൺലൈക്ക് ബ്രോക്കേഴ്സ് ഓർ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ്. ഏത് സ്ഥാപനമാണോ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിനെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്, ആ സ്ഥാപനത്തിലൊന്നും ഈ റേറ്റിംഗ് ഏജൻസിക്ക് പ്രത്യേക ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഇമ്പോർട്ടൻറ്റ് അവരുടെ റെപ്യൂട്ടേഷൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ റേറ്റ് ചെയ്യുന്നത് അൺബയാസ്ഡ് ഒപ്പീനിയൻ ആയിരിക്കും, കറക്റ്റ് ജഡ്ജ്മെന്റ് ആയിരിക്കും. അല്ലാണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്ഥാപനത്തിന് എ ഗ്രേഡോ ബി ഗ്രേഡോ ഒന്നും കൊടുക്കില്ല. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ക്വാളിറ്റി ആൻഡ് ഡിപ്പെൻഡബിൾ ഇൻഫോർമേഷൻ. നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻ ആണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി തരിക. എന്താ കാരണം? ദേ ഹാവ് ഹൈലി ട്രെയിൻഡ് ആൻഡ് പ്രൊഫഷണൽ സ്റ്റാഫ് who has better ability to access
റിസ്ക്. ഈ റേറ്റിംഗ് ചെയ്യണ സ്ഥാപനത്തിൽ നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാഫാണ് ഉണ്ടാവുക. അവരാണ് ഈ റേറ്റിംഗിലേക്ക് എത്തുക. ഒരു സ്ഥാപനത്തെ റേറ്റ് ഇടുക, ആ കമ്പനി പോയി കണ്ട് അവിടുത്തെ എല്ലാ അക്കൗണ്ട്സും ബുക്സും റെക്കോർഡ്സും ഒക്കെ വെരിഫൈ ചെയ്ത് അവിടുത്തെ എംപ്ലോയീസിനോട് സംസാരിച്ചിട്ട് എന്നിട്ടൊക്കെയാണ് അവർ റേറ്റിംഗ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഇൻഫർമേഷനെ വിശ്വസിക്കാം. ഇറ്റ് ഹാസ് ആക്സസ് ടു ലോട്ട് ഓഫ് ഇൻഫർമേഷൻ വിച്ച് മെ നോട്ട് ബി പബ്ലിക്ലി അവൈലബിൾ. ആ കമ്പനിയെ പറ്റി പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻ റേറ്റിംഗ് ഏജൻസിക്ക് അറിയാം. എന്നിട്ടാണ് റേറ്റിംഗിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദി ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദി ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. തേർഡ് പോയിന്റ്, ഇൻഫർമേഷൻ അറ്റ് ലോ കോസ്റ്റ്. നമ്മളൊരു സ്ഥാപനത്തിൽ പോയി ആ സ്ഥാപനത്തെ പറ്റി അന്വേഷിക്കുന്ന ഒരു റിപ്പോർട്ട് നോക്കുന്നു, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് റിപ്പോർട്ടും ഓഡിറ്റർ റിപ്പോർട്ടും കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല കമ്പനി നല്ലതാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റേറ്റിംഗ് ഏജൻസി തരുന്ന പബ്ലിഷ്ഡ് റിപ്പോർട്ട്സ് അതൊക്കെ വളരെ നിസ്സാരമായിട്ട് പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനിയെ പറ്റി അസസ് ചെയ്യാനോ അതിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഇൻഫർമേഷൻ. ഈ റേറ്റിംഗ് ഏജൻസി ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ അവർ ഈ കമ്പനിയെ പറ്റിയിട്ട് എല്ലാ ഇൻഫർമേഷനും ഗ്യാദർ ചെയ്യും, അത് അനലൈസ് ചെയ്യും, അത് ഇൻ്റർപ്രറ്റ് ചെയ്യും, എന്നിട്ട് സമ്മറൈസ് ചെയ്യും കോംപ്ലക്സ് ഇൻഫർമേഷനെ സിംപ്ലി ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ് ഫോർമൽ മാനർ. അതാണ് AAA. ആ ഗ്രേഡ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ആ സ്ഥാപനം എങ്ങനെയുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഈ റേറ്റിംഗ് ഏജൻസി തരുന്ന ഇൻഫോർമേഷൻസ് പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതും വേഗം നമുക്ക് ആ സ്ഥാപനത്തെ പറ്റി ജഡ്ജ് ചെയ്യാനും പറ്റുന്ന ഇൻഫോർമേഷനാണ് ഈ റേറ്റിംഗ് ഏജൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ബേസിസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അതായത് സാധാരണ ഒരു സ്ഥാപനത്തിൽ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി കൊടുത്തിട്ടുള്ള റേറ്റിംഗ് എന്താണ്, ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ റേറ്റിംഗ് എന്താണെന്ന് നോക്കും. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല റേറ്റുള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആരും ടെൻഷനും പേടിയും വേണ്ട, റിസ്ക്കും കുറവായിരിക്കും. അപ്പോൾ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി റേറ്റിംഗ് ഏജൻസീസ് റേറ്റ്സ്. സെക്കൻഡ് പോയിന്റ്, ഹെൽത്തി ഡിസിപ്ലിൻ ഓൺ കോർപ്പറേറ്റ് ബോറോവേഴ്സ്. വൺസ് നിങ്ങൾക്ക് നല്ലൊരു റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. നല്ല റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോർപ്പറേറ്റ് ഇമേജും നിങ്ങളുടെ ഗുഡ്വില്ലും എല്ലാം കൂടും. അപ്പോൾ higher rating to any credit investment enhances corporate image and it induces a discipline on the corporate organizations. അപ്പോൾ നല്ല റേറ്റിംഗ് കിട്ടിയ സ്ഥാപനം നല്ല ഡിസിപ്ലിൻ വേയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ. ഫോർമേഷൻ ഓഫ് പബ്ലിക് പോളിസി. Once debt securities are rated professionally, it will be easy to formulate public policy guidelines as to the eligibility of securities to be included in different kinds of institutional portfolio. നമ്മൾ സെക്യൂരിറ്റീസ് ഒക്കെ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് പബ്ലിക് പോളിസീസ് ഒക്കെ ഉണ്ടാക്കാൻ എളുപ്പമാവും ചെയ്തു. ഏതൊക്കെ സെക്യൂരിറ്റിയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോർട്ട്ഫോളിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കും. നല്ല റേറ്റിംഗ് ഉള്ള സെക്യൂരിറ്റീസ് ആണ് നമ്മൾ സാധാരണ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുക. അപ്പോൾ എന്തെങ്കിലും പബ്ലിക് പോളിസി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് നോക്കാം, ഈ റേറ്റിംഗ് ഏജൻസിയുടെ റേറ്റിംഗ് കൂടി നോക്കിയിട്ട് യു ക്യാൻ ക്രിയേറ്റ് പബ്ലിക് പോളിസീസ്.